തവനദാസൻ ഫാസ്റ്റർ തോമസ് മാമിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. We know him very, very well because he is everywhere in preaching the word, Bible study. ദേവദാസൻ്റെ ശബ്ദം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. വിശേഷിച്ച് നമ്മൾ മുമ്പേ പാടിയതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ ധ്വനികളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു കർത്തൃദാസനാണ്. തനിക്ക് 2-3 മണിക്കൂർ കിട്ടിയാലും ഒന്നുമില്ലെന്ന് എനിക്കറിയാം. 30 മിനിറ്റ്സ് കൊണ്ട് തനിക്ക് ഒന്നും എത്താൻ പറ്റത്തില്ല. പക്ഷേ കമ്പിവാചകം പോലെ കർത്താവിൻ്റെ ദാസൻ ദൈവം സംസാരിക്കുമ്പോൾ തൻ്റെ കൊച്ചുമകൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. അമ്മേ ദൈവദാസനെ അതിനായി ഞാൻ നിയോഗിക്കുന്നു, അതിനുവേണ്ടി സമയം കൊടുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. Glory to God in the highest. കർത്താവിൽ പ്രിയങ്കരനായ പാസ്റ്റർ VP എബ്രഹാം, പാസ്റ്റർ സ്റ്റാൻലി, മറ്റു ദൈവദാസന്മാർ, കർത്താവിനെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരായ ദൈവമക്കൾ, വിശേഷാൽ ഞങ്ങൾക്ക് ദൈവകൃപയാൽ കുടുംബബന്ധം പുലർത്തുവാൻ സാധിച്ച പ്രിയ അമാലിയൽ കുടുംബാംഗങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്രമേയ നാമത്തിൽ എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സ്നേഹവന്ദനം. My greetings to you all, especially Pastor Pastor VP Abraham, Pastor Stanley, and especially our family that is here, the Malio family. We're glad to worship God together with you all and praise God for this wonderful opportunity. ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൃപയാൽ കുടുംബമായി മക്കളോടും കൊച്ചുമക്കളോടും എല്ലാമായി നിങ്ങളോടൊപ്പം ഇരുന്ന് ആരാധിപ്പാൻ ലഭിച്ച ഒരു അസുലമായ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And praise God for this opportunity that we get to worship together, especially with multiple generations of us together and in this unique way. അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. I want to read from the book of John chapter 12 verse 20 onwards. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബെത്സേദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ജ്ഞാനികളോ അഥവാ ജ്ഞാനത്തിൻ്റെ സോപാനത്തിലോ ഇരുന്ന യവനത്തിലെ ഭക്തന്മാർ ദൃശ്യ ദൈവത്തെ കണ്ട് ആരാധിച്ചിട്ട് തൃപ്തി വരാതെ അദൃശ്യ ദൈവത്തെ കണ്ട് ആരാധിക്കുന്ന ഒരു കൂട്ടരുണ്ട് യെരുസലേമിൽ എന്ന് പറഞ്ഞ് വന്നവരാണ് ഈ യവനന്മാർ. The wise of the wise, the Greeks who were worshiping God, that they could see the idols that they were worshiping. When they were not satisfied with worshiping that God, they came to a group of people in Judea thinking, oh, there is a group of people who worship a God that is unseen, and so came there. യഹൂദന്മാരുടെ വലിയ പെസഹ പെരുന്നാളുകൾ നടക്കുകയാണ്. And this is a great Passover festival happening for the Jews. അതിന്റെ എല്ലാവിധ പ്രകമ്പനത്തെയും തകർത്തുകൊണ്ട് ഒരു വാർത്ത കേട്ടു, മരിച്ചവരെ ഉയർപ്പിച്ച ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. And above all of that noise, there's a sound, there's a news coming that there is a person who raises the dead from the raises the person from the dead. മനുഷ്യ ചരിത്രത്തിൽ അസാധ്യവും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്, മരിച്ച ഒരു വ്യക്തിയെ ജീവിപ്പിച്ച ഒരു ആൾ കൂടി ഉണ്ട്. And this is something that has never been heard about, and there's a person who here is rising people from the dead. ആ ശക്തിയെ ആരാധിക്കുവാനാണ് നാമം വന്നിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കാം. And you and I are worshiping that power today. അതുകൊണ്ട് ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം. And so we want to see Jesus. കർത്താവ് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചല്ലോ. Let me tell you what they said. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. Unless a grain of wheat falls to the ground and dies, it remains alone, but if it dies, it produces much grain. പ്രിയമുള്ളവരെ, കർത്താവ് ദ്വയാർത്ഥത്തിലാണത് പറഞ്ഞത്. Listen of God intended that with double meaning. ഒന്നാമത്തെ അർത്ഥം, ഈ ആഴ്ചയിൽ തന്നെ ഞാനാകുന്ന കോതമ്പ് മണി നിലത്ത് വീഴും, ധാരാളം വിത്തുകൾ അഥവാ ചെടികൾ ഉയരും. And he said in the first meaning, saying that I, who is the grain, is going to die in this week, and because of me there's going to be many more that is going to be born. രണ്ടാമത്തെ അർത്ഥം എന്നോട് നിങ്ങളോടുമാണ്. നിങ്ങളാകുന്ന കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നതാണെങ്കിൽ സ്വർഗ്ഗത്തിൽ ഫലം കായ്ക്കും. And the second meaning is toward you and I. If we do not fall to the ground and die, there's not going to be any fruit in heaven. ഞാൻ ആ രണ്ടാമത്തെ കാര്യത്തിലേക്ക് മാത്രം ഒന്ന് ഓടിച്ചു നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. I want to quickly come to the second point and end my word. അവിടുത്തെ കോതമ്പ് മണി ഞാനും നിങ്ങളുമാണ്. And you and I are the grain of wheat there. നമ്മൾ നിലത്ത് വീണ് ചാകുകയാണെങ്കിൽ ഫലം സ്വർഗ്ഗത്തിൽ ധാരാളം ഉണ്ടാകും. If you and I fall to the ground and die, there will be plenty of blessings in heaven. ആ ഫലത്തിനൊരു പ്രത്യേകത, അത് ഭക്ഷിച്ചു തീരുന്നതല്ല, നിങ്ങളുടെ ഫലം
നിലനിൽക്കും നിത്യതയിൽ. And that fruit in the word of God says is not something we eat, but it's an eternal fruit. എങ്ങനെയാണ് നമ്മൾ ഫലം കായ്ക്കുന്നത്? How do we bear fruit? ഒരു വിത്ത് ഫലം കായ്ക്കുവാൻ കാർഷിക ഭാഷയിലും ശാസ്ത്രീയ ഭാഷയിലും 3 പ്രോസസ് ഉണ്ട്. And in a farmer's language and a scientific language, you see there are 3 processes or 3 steps for a fruit to be born raised. ആത്മീയതയിലും അതേ 3 പ്രോസസ് ഉണ്ട്. And the same 3 processes is applying to spiritual life as well. കാർഷിക ഭാഷയിലും അതുപോലെ തന്നെ ശാസ്ത്രീയ ഭാഷയിലും പറഞ്ഞാൽ ഒന്നാമത്തെ പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ with joined to the moisture of the ground. And if you ask about the scientific and the farmer's language, they would say you have to have the seed go with the ground and join with the moisture in the earth. കർഷകന്റെ വീട്ടിൽ ഭംഗിയായി ഉണങ്ങി സൂക്ഷിച്ചിരിക്കുന്ന വിത്ത് നിലത്തിലെ ഈർപ്പവുമായി ചേരണം. And the grain that is being saved in the silo of the farmer has to go and be attached to the moisture in the soil. അതാണ് ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തെ ഞാൻ ചേർത്ത് വെക്കണം. And in our spiritual language we can say that our will has to align with the will of God. Join to the moisture of the ground. നിലത്തിലെ ഈർപ്പത്തോട് ചേരുന്നതുപോലെ ദൈവത്തിന്റെ ഇഷ്ടത്തിനോട് നമ്മുടെ ഇഷ്ടത്തെ ചേർക്കണം. And just like the grain joins the moisture in the ground, our will has to align with the will of God. ചെറിയ കാര്യമല്ല. And that is not a small thing. പറയുവാനൊക്കെ എളുപ്പമാണ്. And it's very easy to say. പ്രായോഗികമാക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് സ്വർഗീയ പവർ വേണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേ നടക്കത്തുള്ളൂ. But if you want to make it practical, you need the power of the Holy Spirit from heaven. എങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചേർപ്പിക്കുന്നത്? How do we align ourselves with the will of the Lord? ലൂക്കോസിന്റെ സുവിശേഷം 1:38 വാക്യത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. ഞാൻ തന്നെ വേഗം പറയാൻ നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട്. അതിനും മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി അവന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. And we can see in the book of Luke chapter 1 verse 38 that Mary says that I am the servant of the Most High, let his will be done to me. ഏത് മറിയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. And if you ask which Mary is this, everybody knows. പുതിയ നിയമത്തിൽ തന്നെ പല മറിയമാരുണ്ട്. There's many Marys in the New Testament. ഇതിൽ ഏത് മറിയാണെന്ന് ആർക്കെങ്കിലും വേഗം ഒന്ന് പറയാമോ, സഹായിക്കാമോ? Tell me which Mary is this. അറിയാമോ? ആർക്കും അറിയാമല്ല. യേശുവിന്റെ ആ ഒരു ആന്റി പറഞ്ഞു താങ്ക് യു. പക്ഷെങ്കിൽ തിയററ്റിക്കലി ശരിയാണെങ്കിലും യേശുവിന്റെ അമ്മയല്ല. And yes, theoretically it is true that it's the mother of Jesus, but it's not actually true. 26ാമത്തെ വാക്യത്തിൽ കാണാം, 6ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്തിലുള്ള ഗലീല പട്ടണത്തിൽ ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കൽ അയച്ചു. ആ കന്യയുടെ പേർ മറിയ എന്നായിരുന്നു. And verse 26 says, now in the 6th month the angel Gabriel was sent by the Lord to the city of Galilee named Nazareth to a virgin betrothed to a man named Joseph in the house of David. That virgin's name was Mary. മനസ്സിലായോ? യേശുവിന്റെ അമ്മ ആയില്ല. You understand? It's not the mother of Jesus yet. വിവാഹം നിശ്ചയിച്ച പെൺകുട്ടി. She's only been engaged. ഇവിടെ വിവാഹിതരായവരല്ലേ അധികം പേരും വിവാഹിതരാകാൻ സ്വപ്നം കാണുന്നവരില്ലേ? And there's a lot of people who are married here and a lot of people who are willing to get married. മനഃശാസ്ത്രം എന്താ പറയുന്നത് അറിയാമോ? What does the psychology say? ഒരു പെൺകുട്ടിയുടെ ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ദിവസങ്ങൾ പഠിക്കുമ്പോഴോ ഡിഗ്രി കിട്ടുമ്പോഴോ ജോലി കിട്ടുമ്പോഴോ ഒന്നുമല്ല, വിവാഹം കഴിച്ചിട്ടുമല്ല, വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഇടയ്ക്കാണ്. And it's if scientifically speaking, the most beautiful, or psychologically speaking, the most beautiful time in a woman's life is the time not when they're married, not before they're married. It's the time when they're engaged and to be married. അവൾ സാങ്കല്പിക സ്വർഗ്ഗ ലോകത്തിലാണ്. Because she is in cloud 9 in the world of imaginations. ഒരു വസ്തുക്കളും വേണ്ട, അവളുടെ സൗന്ദര്യം പോലും 30% വർദ്ധിക്കുമെന്ന്. And she doesn't need any other products either. Her beauty, natural beauty increases 30%. വേറെ ലെവലും തേക്കണ്ട, തേച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അതൊന്നും വേണ്ട, അവളുടെ സൗന്ദര്യം വർദ്ധിക്കും. കാരണം അവളുടെ മനസ്സിൽ പ്രതിസുതവരനെ കുറിച്ച് സ്വപ്നങ്ങളുടെ തേരോട്ടത്തിൽ അവൾ പോടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാലാഖ വന്ന് പറയുകയാണ്, അതിനെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, സ്വർഗം നീ ഗർഭം ധരിക്കുവാൻ പോകുന്നു. And the word of God says that when Mary is thinking about her marriage to Joseph, in that time when she is in the dream realm, in the imagination world, an angel comes from the Lord and breaks that down and says, you will bear a child. ദൈവമക്കളെ, ഏതെങ്കിലും ഒരു മറിയ സമ്മതിക്കുമോ? എന്റെ പൊന്നുമാരാകെ, എന്റെ കല്യാണം ഉറപ്പിച്ചതാണ്, എന്റെ ജീവിതത്തിൽ കുറുകെ നിൽക്കരുതേ എന്നല്ല പറയത്തുള്ളൂ. Vision of God, which Mary would allow this and say, oh dear angel, my marriage is already set, please don't ruin my life for me. അവളുടെ സ്വപ്നങ്ങളോട് അവൾ അപമാനം വരാൻ പോകുകയാണ്, അവളുടെ സന്തോഷം പറയാൻ പോകുകയാണ്.
എങ്കിലും അവൾ പറയുകയാണ്, അതിനെ എല്ലാം ഞാൻ മാറ്റിക്കൊണ്ട് എന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ ഏൽപ്പിക്കും. And her life is going to be ruined. Her dreams are being crushed. Her joy is going to be taken away. She is going to be a person of insult in the community. And even so, she says, let the will be done. ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ നാം രാവിലെ കേട്ടതുപോലെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി അജ്ഞാത കാലത്തെല്ലാം വിട്ടുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കാൻ And dear son സാധിക്കൂ. of God, you and I are here to worship God like that. And as we heard in the morning, let us be preparing of our minds, be of sober heart, and do not conform to the patterns of the world. നമ്മുടെ ആഗ്രഹങ്ങളെ കുഴിച്ചിടണമെന്നല്ല, And I'm not saying we have to bury our dreams. നമ്മുടെ സകലവിധമായ കഴിവുകളെയും നശിപ്പിക്കണമെന്നല്ല. I'm not saying to throw away our talents. സ്വർഗത്തിൽ നമ്മളെ കുറിച്ച് ഡ്രോയിങ് ഉണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരാണെങ്കിൽ അത് കാണിച്ചു തരുമ്പോൾ ധൈര്യത്തോടെ പറയണം, ഞാൻ അതിനാണ് പ്രിഫറൻസ്. And if there's a drawing about our life in heaven, if you are a child of God who is born again and that is revealed to you, you can say with confidence that let that happen to me. സ്വർഗം തെറ്റായതൊന്നും തരത്തില്ല. And heaven will never do what is wrong. സ്വർഗം നല്ലത് മാത്രമേ തരത്തുള്ളൂ. Heaven only will does what is good for മറിയയുടെ us. സ്വപ്നമൊന്നും പൊലിഞ്ഞില്ല. മറിയെ അച്ചാപോറ്റിയോടെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവിനെയും കിട്ടി. And Mary's life didn't go in a broken state. She got a husband that took care of her. ഒന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുക. Firstly, to let go for the will of God. നിലത്തിലെ ഈർപ്പവുമായി ചേരുക. And to get used to the motion in the world, in രണ്ടാമത്തെ the നിങ്ങൾ ground. നോക്കിക്കോണം, ഈ വിത്ത് അങ്ങോട്ട് ചേർന്ന് നിലത്തിലെ ഈർപ്പവുമായിട്ട് അങ്ങോട്ട് ചേർന്ന് ടെമ്പറേച്ചറൊക്കെ ക്രമീകരിച്ച് കഴിയുമ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ പ്രോസസ് എന്നാണെന്നറിയാവോ? ജർമിനേഷൻ, തോട് പൊട്ടും. And the second process, after the seed is used to the motion in the soil and the temperature gets adequately placed there, the process is germination, where the shell of the seed is breaking. തോട് പൊട്ടും. That shell breaks up. ചെറിയ മുള വെളിയിൽ വരും. And a small sapling comes out of it. കഴിക്കാൻ പോവുക. And it's about to come. ചെറിയ മുള വരും. And a small seed is going to come out of there. രണ്ടാമത്തെ പ്രോസസ് ആണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചെങ്കിൽ രണ്ട് ആത്മീയം ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുക. And if the first one is to allow the will of God to happen in your life, the second stage of that is to to be under the influence or the submission of the will of God. ഏൽപ്പിക്കുന്നത് മനസ്സിന്റെ റിയാക്ഷൻ. And when you surrender, it's the reaction of your heart. സമർപ്പിക്കുന്നത് പ്രവൃത്തിയുടെ പ്രതിഫലനം. And when you submit, it is the work of it's the result of your work. ഒന്ന് ഏൽപ്പിക്കുക, ഒന്ന് സമർപ്പിക്കുക. One you're submitting, one you're surrendering. വാക്യങ്ങൾ വേഗം പറഞ്ഞ് ഞാൻ അങ്ങ് പോകാം. I want to quickly say the verses. സമർപ്പിച്ച ഒരാളിനെ നമുക്ക് കാണാം. Let's see somebody who surrendered. ഒന്ന് രാജാക്കന്മാർ 19:19 കാണാം. We see 1 Kings chapter 19 verse 19. ഏലിയാവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ശഫാത്തിന്റെ മകനായ എലീശയെ കണ്ടുമുട്ടി. And you see Elijah there as Elijah's walking by. അവൻ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയല്ല. And he's not reading the word of അവൻ God. പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ല. He's not preaching. 12 കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. And he is working with 12 oxen. 12ാമത്തേവനോട് താൻ തന്നെ നിൽക്കുന്നു. And on the 12th one, he's handling the plow himself. യഹൂദ ചരിത്രത്തിൽ സാധാരണക്കാരായ ധനവാന്മാരായ കൃഷിക്കാർക്ക് 6 കാളയേ ഉള്ളൂ. And for in the Jewish custom, a rich person would only have 6 oxen. ഇവിടെ 12 കാളയാണ്. Now he has 12 of them. അപ്പോൾ അദ്ദേഹത്തിന്റെ നില നിങ്ങളൊന്ന് ഓർക്കണം. And so you have to understand his level. താൻ ഒരു നല്ല പ്രാക്ടിക്കൽ ഫാമർ ആണ്. And he's the practical farmer. 12ാമത്തേനോട് താൻ നിൽക്കുകയാണ്. And he's with the 12th oxen. അപ്പോഴാണ് ഒരു മുട്ടത്തലയൻ ഉപദേശി എന്നിട്ട് പുതപ്പ് അങ്ങോട്ട് എറിയുന്നു. And that's when a bald prophet comes and throws his mantle on him. ആളിന്റെ വേഷം കണ്ടാൽ അറിയാം പാസ്റ്ററാണ്. And you can look at him and say that's a pastor. കാരണം അന്നത്തെ കാലത്തെ പ്രവാചകന്മാരെല്ലാം തലമുടി മുട്ടയടിക്കുമെന്നാ. Because at that time those prophets there would have a അദ്ദേഹം bald head. പുതപ്പെറിഞ്ഞു കൊടുത്തു. He threw the mantle on him. അന്നും ഇന്ന് യഹൂദന്റെ പാരമ്പര്യമാണ്. And that is the tradition of Jews. ഒരു വ്യക്തിക്ക് തന്റെ സകല കാര്യങ്ങളും അവകാശങ്ങൾ ഇനിയൊരാൾക്ക് കൊടുക്കണമെങ്കിൽ, And if somebody has to give over everything they have to somebody തന്റെ else, സ്വത്തുക്കളോ തന്റെ സ്ഥാനമോ മഹിമയോ ഇനിയൊരാൾക്ക് കൊടുക്കണമെങ്കിൽ, and if somebody has to give their wealth, their position, or their fame, അവരുടെ കഷ്ടം their custom, തെരഞ്ഞെടുക്കുന്ന ആളിനെ കണ്ടുപിടിച്ചാൽ and if they chose the appointed person, എന്ന് പറയുക എന്നുള്ളതല്ല. they're not going to go say this. തന്റെ പുതപ്പ് അവന്റെ മേലിടണം. They throw the mantle on the other person. അങ്ങനെ പുതപ്പിട്ടാൽ അതിന്റെ അർത്ഥം അവന്റെ അവകാശം
അവകാശം മുഴുവൻ എനിക്കെന്ന. And what that means is if ye throw the mantle on them, everything that I have is that person's. ഒരു മഹാധനവാന്റെ ശരീരത്തിലോട്ട് പദപ്പെടുന്ന ഒരു മൊട്ട ഉപദേശി ഒന്നും കൊടുക്കാനില്ലാത്തവൻ. And just think about it, a bald preacher is throwing his mantle onto a rich person, and a bald person doesn't have anything. ഒരു സ്വത്തുക്കളും കൊടുക്കാനില്ലാത്തവൻ. And a person who has no wealth to give. ജർമിനേഷൻ കണ്ടോ, പൂർണ്ണമായി സമർപ്പിച്ചു. And you look at the submission there. മേലാൽ തനിക്ക് ഒരു ടെംപ്റ്റേഷൻ വരാതിരിപ്പാൻ. And so that there will never be a temptation in his life. കലപ്പ വെട്ടിക്കീറി കത്തിച്ചു. And he took his plow and he cut it up and burned it. കാളയെ ചാമ്പലമാക്കി. And he sacrificed oxen. ലോകത്തിന്റെ മോഹം കണ്ട് വിട്ടതിലേക്ക് പോകരുതേ ദൈവമക്കളെ. And you son of God, don't run after the lusts of the world. വന്നിരിക്കുന്ന കൃപയിലേക്ക് സമ്പത്ത് കണ്ട് ഓടല്ലേ. And don't run toward wealth in your life when you're in this grace. അമേരിക്ക കണ്ട് ഓടല്ലേ. And don't run after the things in America. ഒരിക്കൽ അത് വിട്ടു കഴിഞ്ഞാൽ വേണ്ട. If you have left it once, you don't need it back. ഒരിക്കൽ രക്ഷയുടെ ഭാഗ്യമുണ്ടോ അത് വേണ്ട. If you have the salvation in your life, then you don't need it. റിസൾട്ട് കണ്ടോ, ഏലിയാവിന്റെ ഡബിൾ പവർ. Look at the result, the double portion of Elijah's on Elijah. ഡബിൾ പവർ. It's the will of God. ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുക. Secondly, to surrender to the will of God. ജർമിനേഷൻ തോട് പൊട്ടുക. You break the shell, germination. മൂന്നാമത്തേതാണ് ആ ചെടിയുടെ ഏറ്റവും ഭയങ്കരമായ അനുഭവം. And third one is the harsh experience of this plant. മുള പൊട്ടി ചെടി വെളിയിലേക്ക് വരണം. And as it breaks the shell, it's got to come out of the soil. അതിന് ശാസ്ത്ര ഭാഷ പറയുന്നത് And scientific language calls it. സ്പിരിച്വൽ, നമ്മുടെ ഭാഷ സ്പിരിച്വൽ അല്ലാതെ സെക്കുലർ എക്സസൈസ്. It's exercise in spiritual. വ്യായാമം. It's exercising. എന്താ വ്യായാമം? What is that exercise? ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെയില്, It's sunlight it never seen before. അനുഭവിച്ചിട്ടില്ലാത്ത കാറ്റ്, A wind it has never experienced before. അനുഭവിച്ചിട്ടില്ലാത്ത തണുപ്പ്. And cold it has never experienced before. ആ തോടിനകത്ത് നീ ഇല വെളിയിലേക്ക് വരികയാണ്. And out of that shell, this plant is coming out. പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ, And many kinds of troubles. കാലാവസ്ഥ, കൊടുങ്കാറ്റ്, തണുപ്പ്, പെറ്റ്സ് എല്ലാം ഉണ്ട്. And there's weather, there's the wind, there's pests. ഇതിനെ ഈ ചെടിയെല്ലാം അതിജീവിച്ച് മേലോട്ട് വരണം. And this plant has to live through and overcome all this to come up. ചെറിയ കാര്യമല്ല, കീടങ്ങൾ തകർക്കും. And it's not small thing, there will be pests that ruin it. ആ എക്സസൈസ് എന്ന് പറഞ്ഞ ചെടിയുടെ വളർച്ചയ്ക്ക് നമ്മൾ നടന്ന ബീൻസ് ഒക്കെ കയറി വരുന്നത് അതിന്റെ എക്സസൈസിൽ പരാജയപ്പെട്ടപ്പോൾ എൻ്റെ മകൾ ഇവിടെ ഇരിപ്പുണ്ട്, മകനുണ്ട് ജോൺസൺ. അവരെ ഈ പ്രാവശ്യം ചിക്കാഗോയിൽ $400 മണ്ണ് കൊണ്ടുവന്നിട്ടെല്ലാം ചെയ്തു, ഒറ്റ എണ്ണവും കിളുത്തില്ല. And it happens when the plant is growing. Like my son-in-law, they bought $400 worth of soil and made a whole garden and everything, and nothing grew out of that. അവരുടെ മിസ്റ്റേക്ക് അല്ല, It's not their mistake. കൃഷിയുടെ മിസ്റ്റേക്ക് അല്ല. It's not the mistake of the planting. പ്രതികൂലത്തെ അതിജീവിക്കാൻ ആ വിത്തിൽ നിന്ന് മുളയ്ക്ക് ശക്തി കിട്ടിയില്ല. And the plant that came out of that seed was not able to overcome the stresses of the time. സ്പിരിച്വൽ എക്സസൈസ് വേണം. If you want to bear fruit, you need spiritual കംഫർട്ട് exercise. സോണിൽ ബലം കിട്ടത്തില്ല. You're not going to receive fruit in a comfort zone. സ്പിരിച്വൽ എക്സസൈസ്. What is that spiritual exercise? 2 കൊരിന്ത്യർ 4:8 കാണാം. And we can see in 2 Corinthians 4:8. ഞങ്ങൾ സകല വിധത്തിലും ഘട്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. And even though I suffer through all things, I am not broken. ഉപദ്രവം അനുഭവിക്കുന്നുവെങ്കിലും ഞെരുക്കം അനുഭവിക്കുന്നുവെങ്കിലും നിരാശപ്പെടുന്നില്ല. Even though we are persecuted, we're not struck down. സകല വിധത്തിലും ഘട്ടം വരുന്നുണ്ടോ? And is there all persecutions coming? വരുമ്പോൾ എല്ലാം അനുകൂലമാണോ? And when you come to your spiritual life, everything against you. രോഗം വരുന്നില്ലേ? And there's sickness. ഞെരുക്കം വരുന്നില്ലേ? And there's strife. മനസ്സിന് ഭാരം വരുന്നില്ലേ? And there's problems in your heart. പ്രോബ്ലം വരുന്നില്ലേ? There's problems in your job. ബിസിനസ്സിൽ ഇഷ്യൂ വരുന്നില്ലേ? And there's issues in business. എന്തെല്ലാം കഷ്ടങ്ങളാണ്? And all the problems that we're facing. സഹോദരാ, And don't be afraid. സഹോദരി, Don't be afraid. കൃപയിലാണെങ്കിൽ എക്സസൈസ്. And if you are in grace, this is your exercise. എക്സസൈസ് ചെയ്താലേ വ്യായാമമുള്ളൂ. And if you only exercise, then only can you overcome. മിഷൻ തന്നെ കഴിച്ചിരുന്ന നേരെ കട്ടിലേക്ക് കയറാം. And if you eat that same thing over and over, you'll be in bed. എക്സസൈസ് ചെയ്ത് നോക്കിക്കേ. But you try exercising, and you'll be strong. നിങ്ങളുടെ എല്ലാ വീട്ടിലും ത്രെഡ്മില്ലുണ്ട്, ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാൻ മേല. And all of you have treadmills in your house. I don't know if you're using it. സ്പിരിച്വൽ എക്സസൈസ്. It's a spiritual exercise. സകല വിധത്തിൽ കഷ്ടം സഹിക്കുന്നു. And we suffer in all kinds of manner. And we're not going to be broken. We're not going to be in despair. We're not going to be excluded. അകത്തൊരു ശക്തി ഞങ്ങൾക്കുണ്ട്. Because we have a power within. ശക്തിയിൽ ഞങ്ങൾ എക്സസൈസ് ചെയ്യും. And we exercise in that power. ജീവിതത്തിന്റെ ഭാരങ്ങൾ വരുമ്പോൾ, When the
the problems of life come, കഷ്ടങ്ങൾ വരുമ്പോൾ, when we face persecution, രോഗം വരുമ്പോൾ, when there's sickness, എക്കണോമിക്കൽ ഇഷ്യൂസ് and വരുമ്പോൾ, when we face economic issues, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം വരുമ്പോൾ, when you have despair by your children, സാത്താൻ അടിച്ചു നോക്കി തകർക്കാൻ and there's the enemy trying to hit you. വേണ്ട അകത്തൊരു ശക്തി വേണം. But no, we have a power ഞാൻ within. എക്സസൈസിലാണ്. I am in that exercise, എന്റെ എക്സസൈസിൽ എനിക്ക് കൂടുതൽ ആരോഗ്യം കിട്ടും. and I will get more healthy. അതാണ് സ്പിരിച്വൽ എക്സസൈസ്. And that is spiritual exercise. ദൈവത്തിലെ ഈർപ്പവുമായി ചേരുക. And you get used to the moisture in the soil. രണ്ടാമത് ജെർമിനേഷൻ സമർപ്പിക്കുക. Secondly, you're allowed to be germinated. സ്പിരിച്വൽ എക്സസൈസ്. And thirdly, the spiritual exercise. മനോഹരമായ ഒറ്റ വിത്തായി ഇട്ടത്. It's one seed that was sown. ഒരൊറ്റ വിത്തായി ഇട്ടത്. One seed that was sown. കേറി വരുന്നത് കതിരുകളാണ്. It comes up in multiples. എല്ലാ കൃഷിക്കും വിളവെടുപ്പിന് ഒരു സീസൺ ഉണ്ട്. And there's always a time for harvest. പ്രധാനപ്പെട്ട കൃഷികൾക്കെല്ലാം വിളവെടുപ്പിന്റെ For സീസൺ. major crops, there's always a season. ആ സീസണിലാണ് വിളവെടുപ്പ്. And harvest only happens in that സീസൺ season. എന്നാണ് അതിന് പറയുന്നത്. It's called harvest season. ലോകത്തിലെ ഏറ്റവും വലിയ കൃഷി എന്നാണെന്നറിയാമോ? You know what the greatest or the largest ലോകത്തിലെ ഏറ്റവും producer വലിയ of, കൃഷി നെല്ലും കോണുമൊന്നും അല്ല. it's not corn or wheat. വചനം പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. Word of God says that you are the harvest of God. ദൈവത്തിന്റെ കൃഷിയാ. And you and I are God's field. കൊയ്ത്തിന്റെ സമയം വന്നു. And the harvest time is here. കളം റെഡിയായി. And the field is ready. കൊയ്ത്തിന്റെ പേരാണ് ഹാർവെസ്റ്റിന്റെ പേരാണ് കർത്താവിന്റെ വരവ്. And the harvest is called the coming of the Lord. ഈ തലമുറയിലാണ്. And it will happen in this generation. ശവപ്പെട്ടി വേണ്ടാത്തവരായി ഇരിക്കുന്നവരെല്ലാം. And I want to tell you, some of you are not going to need ഈ coffins. തലമുറ കാണാൻ പോകുന്ന third world war അല്ല. And we're not going to see third world ഈ war. തലമുറ കാണാൻ പോകുന്ന സംഭവം. And what this world is going to see in this generation. പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും വരും. And it's the coming of the Lord with the sound of the archangel and the trumpet of the Lord. നിങ്ങൾ നോക്കിക്കേ, റഷ്യയിലൊക്കെ ഒന്ന് നോക്കിക്കേ. And you look at Russia. ഇവിടെ 2 മിനിറ്റ് അവസാനിപ്പിക്കാം. And I'll stop in 2 minutes. ഉക്രൈനെ പിടിക്കാൻ കേറുന്നില്ലേ? And they're trying to get ഉക്രൈനെ Ukraine. അമർത്താൻ കേറുന്നില്ലേ? And they're trying to capture Ukraine. പണ്ട് ഹാമാനോട് അദ്ദേഹത്തിന്റെ ഭാര്യ, എനിക്ക് തോന്നുന്നു അല്പം ദർശനം ഉണ്ടായിരുന്ന, സ്നാനപ്പെട്ടില്ലെങ്കിലും രക്ഷിക്കപ്പെടാന്ന് തോന്നുന്നു, സേരസ് പറഞ്ഞു, നീ എന്നാ കളിച്ചാലും മൊർദെഖായിക്ക് ഒരു പണിയും നടക്കത്തില്ല, അവൻ യഹൂദനാ. And I think Mordecai, Haman's wife, may have been born again. I don't know if she was saved, but she might have known about it. And she said, no matter what you do, you're not going to beat Mordecai. ഉക്രൈൻ പ്രസിഡന്റ് You know ആരാന്നറിയാമോ? who's the president of Ukraine? പക്കാ യഹൂദൻ സെലൻസ്കി. And he's a Jew, Zelensky. അവനോടാണ് കളിക്കാൻ പോകുന്നത്. And he's trying to play with ആ them. കളി എവിടെ ചെന്ന് നിൽക്കും? And you know where that's going to land us? സോവിയറ്റ് റഷ്യ തീരാൻ പോവുകയാണ്. And Soviet Russia is going to end. അഗ്നിപർവ്വതങ്ങൾ പൊട്ടാൻ പോവുകയാണ്. And volcanoes are going to burst open. ജപ്പാനിൽ പുതിയ വൈറസ് ഉണ്ടായിട്ടില്ലേ? And there's a new virus in അതൊക്കെ Japan now. എന്തിനാണെന്നറിയാമോ? ഇവരിട്ട് പിടിക്കാനാ ഞാൻ You know പറയുന്നില്ല why? It's കൂടുതൽ. because all of this coming together. നിൽക്കുന്ന നിപ്പിൽ റഷ്യൻ പട്ടാളം മരിച്ചു പോകുന്ന എഹെസ്കേൽ പറയുന്നത് 38 കാണാം. And Ezekiel, when the word of God says in 38, that അത് in a minute, സംഭവിക്കണമെങ്കിൽ the എന്റെ whole കർത്താവിന്റെ army is going കൊയ്ത്ത് to die. നടക്കണം. And if that's going to happen, the harvest of the Lord has to happen. തന്റെ കൊയ്ത്ത് നടക്കണം. And his harvest has to തന്റെ happen. രക്തം കൊണ്ട് വീണ്ടെടുത്തതിനെ സ്വർഗ്ഗത്തിൽ എത്തിക്കണം. And the one that is redeemed by his ഈ blood has to തലമുറയിൽ reach heaven. സംഭവിക്കാൻ പോവുകയാണ്. And it will happen in this generation. ഓർണമെന്റൽ പ്ലാന്റ് ദൈവത്തിന് വേണ്ട. And God does not need ornamental plants. ദൈവത്തിന് വേണ്ടി ഫ്രൂട്ടിംഗ് പ്ലാന്റ് ആണ്. And God only wants fruiting plants. ഫലം കായ്ക്കുന്ന വിശ്വാസികളായി പോകാം. And let us be believers that bear fruit. ഈ വചനങ്ങൾ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. May God bless with these verses. ഈ അവസരം ഒരുക്കി തന്ന ശ്രേഷ്ഠനായ കർത്താവിന്റെ ദാസനോട് സഭയോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും സ്നേഹം. We express our gratitude to the pastor and the church for this opportunity. May God bless you all. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. എനിക്കറിയാം, ഒരു 2 മണിക്കൂർ കൊടുത്താലും ദേവദാസൻ പ്രസംഗിക്കും. എന്നാൽ അവസാനം കറിഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. എന്തോ പറഞ്ഞത്? ദിസ് ഈസ് ദ ടൈം ഓഫ് ദി ഹാർവെസ്റ്റ്. ആമേൻ. കൊയ്ത്തിൻ്റെ സമയം വന്നിരിക്കുക. പ്രവചനിക വെളിച്ചത്തിൽ തനിക്ക് ധാരാളം കാര്യങ്ങൾ തെളിയിക്കാനുണ്ടെങ്കിലും മുമ്പേ ജപ്പാനിൽ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ട് പാൻഡമിനെക്കുറിച്ച് കേട്ടു, ഇതേക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട, ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഒരു കാര്യം സംഭവിക്കും. മുമ്പേ കേട്ടല്ലോ, വേൾഡ് വാറിനേക്കാൾ മുമ്പിൽ സംഭവിക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരുക. ഈ ദൂത് കേട്ടേച്ച് സ്തോത്രയുടെ പ്രസംഗം കേട്ടെന്നുള്ളതിൽ പോകാതെ കർത്താവ് എന്നെ അതിനുവേണ്ടി ഒരുക്കണമെന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊയ്ത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ആമേൻ സ്തോത്രം 7 വർഷത്തെ മഹോദരപകാരങ്ങളൊക്കെ ഓർത്താൽ ദൈവമക്കളെ നമുക്ക് അവിടെ നിന്ന് സഹിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അതിനു മുമ്പേ വല്ലവിധേനയും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മരിച്ചവരുടെ എന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? എനിക്ക് ലാഭമായിരുന്നൊക്കെ ഛേദമെന്നെണ്ണി
ആ പുനരുദ്ധാനത്തിൽ ഒരുങ്ങുവാനായിട്ട് കർത്താവ് നമ്മെ ഒന്ന് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ദാസൻ തോമസ് മാമനെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരു വാക്യം കൂടെ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 92-ാം സങ്കീർത്തനമാണ് നമ്മൾ രാവിലെ വായിച്ചു തുടങ്ങി. പക്ഷേ ആ അവസാനത്തെ ഒരു വാക്യം തന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്തുവാ? ആമേൻ. മുൻപൊരു വാക്യം 11-ാം വാക്യത്തിൻ്റെ യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ താഴേക്കും. 14-ാം വാക്യമാണ്. വാർദ്ധക്യത്തിലും അവർ ഫലം കായ. എങ്ങനെ ഇരിക്കുന്ന ഫലം കായ്ക്ക് മാത്രമല്ല, അവർ എന്ത് ചെയ്യും? പുഷ്ടി വെച്ചും. ഞാൻ വയസ്സെന്ന് ചോദിച്ചാൽ എനിക്ക് 80 പേരുണ്ടല്ലേ? 86 years old. ഇവിടെ ഒന്ന് എന്നെക്കാട്ടുന്ന ആരോഗ്യത്തോടെ ആ ചാടുന്ന സന്തോഷം കണ്ടപ്പം അത് മാനുഷിക രീതിയിലുള്ള അല്ല, ദൈവശക്തിയിൽ താൻ ദൈവത്തെ സന്തോഷിക്കുന്ന കാണുമ്പം എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന് ദൈവം അതിശക്തമായി തന്നോട് ഉപയോഗിക്കട്ടെ. അങ്ങനെയുള്ള ദൈവദാസന്മാർ നമ്മുടെ ഇടയിൽ, ഇങ്ങനെയുള്ളതായിട്ടുള്ള ആധികാരികമായി സംസാരിക്കുന്ന ദേവദാസന്മാർ നമ്മുടെ ഇടയിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ആയുസ്സിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ സമയം, നമ്മുടെ കറക്റ്റ് ടൈമിനെക്കാട്ടിൽ 1 മിനിറ്റ് മുമ്പ് നിൽക്കുക. സ്തോത്രം. 12 ആയില്ല. ഒന്ന് പാടി അല്പസമയം നമ്മൾ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പോകും. എല്ലാ നിമക്കളും അല്പസമയം ഒന്ന് പാടി ദൈവത്തെ ഒന്ന് ആരാധിച്ചായിട്ട് നമ്മൾ അടുത്തൊരാഴ്ച നമുക്ക് കിട്ടുമോ അറിഞ്ഞുകൂടാ. എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവിൻ്റെ വരവ് അതിന് മുമ്പ് സംഭവിക്കുന്നെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ കർത്താവിനോട് മേഘങ്ങൾ എടുക്കുമ്പോൾ പ്രത്യാശയോടെ ഇന്ന് രാവിലെ പൈതൽ സംസാരിച്ചത് നമ്മുടെ സ്റ്റാൻലി എത്ര വ്യക്തമായിട്ട് സംസാരിച്ചത്. ആമേൻ. നമ്മുടെ മനസ്സ് ഒന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? ഗാർഡ് യുവർ മൈൻഡ്. എന്താ സംഭവിക്കാൻ പോകുന്ന? വളരെ തിടുക്കത്തോടുകൂടെ ഇസ്രായേൽ ജനം മിസ്രയീമിൽ യാത്ര ഇരിക്കുമ്പോൾ അവർ വളരെ തിടുക്കത്തോടുകൂടിയാണ് കയ്പിഞ്ചിര കഴിച്ചതെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങൾ ഒരു തിടുക്കം നമുക്കുണ്ടാകണം. എന്തിനു വേണ്ടി? ലോകത്തിന്റെ കാര്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു തിടുക്കം. ഹല്ലേലൂയ. ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തിന് ആരാധന കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം ഭാരത്തിലേക്ക് ഉയരുന്നാൾ വരുമല്ലോ. വിശുദ്ധന്മാര് പറന്നുയരോ, വേഗം വന്നിടും കാതന്റെ മുഖം. വിശുദ്ധന്മാർ ഉയർത്തോ, പറന്നുയരും, വേഗം വന്നിടും കാതന്റെ മുഖം കാണാൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. ആമീൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വരവേറ്റം സമീപം ഒരുങ്ങുക സഹജ സ്വർഗീയമാണ് വരവേറ്റം സമീപം ഒരുങ്ങുക സഹജ സ്വർഗീയമാണ് കൊടുങ്കാറ്റേറി വന്നു കടലിളകി തീലും കടലലകളി എന്നെ കൈവിടാത്തവൻ. ആമേൻ. കൊടുങ്കാറ്റേറി വന്നു കടലിളകി തീലും കടലലകളി എന്നെ കൈവിടാത്തവൻ. കാരം തന്നു കാത്തു സൂക്ഷിച്ചാരുമയായി തന്റെ വരവിൻ പ്രത്യാശയോ നടന്നിടുമേ. ആമേൻ. കാരം തന്നു കാത്തു സൂക്ഷിച്ചാരുമയായി തന്റെ വരവിൻ പ്രത്യാശ. ആമേൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. ആമേൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹജ സ്വർഗീയമാണ്. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹജ സ്വർഗീയമാണ്. ആമീൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. ആമീൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. ആമീൻ. വാനസേനയുമായി വരും
നൽകിയ മണാളനെ എതിരേൽപ്പാൻ ആമേൻ വരവേറ്റം സമീപം ഒരുങ്ങുക സഹജ